ഹലോ. ആ ഇതെന്താ നീ മുടിയും താടിയെല്ലാം ഇറക്കിയ? എന്ത് ചെയ്യാനാ, താടി വെച്ചിട്ട് ആരും വീഴണില്ല. അപ്പൊ താടി വെക്കേണ്ട ആരെങ്കിലും വീഴാൻ പറ്റുമോ നോക്കണം. ഇതാണോ വീട്? ആ ഇതാ വീട്. ബുള്ളറ്റ് എങ്ങനെ നടക്കുമോ പരിപാടി? ബുള്ളറ്റ് നടക്കും, പിന്നെ അതിനിപ്പോൾ എന്താ കുഴപ്പം? നേരെ കയറി ചെല്ലുക, കാര്യം പറയാം. പുള്ളി സെറ്റാ, പക്ഷെ പുള്ളി ചെറിയൊരു സ്വഭാവക്കാരനാണ്. അപ്പോൾ നോക്കിയും കണ്ടൊക്കെ വേണം കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ. ബാക്കി എല്ലാം അടിപൊളിയാണ്. എന്തോടാ? പുള്ളി ഇത്തിരി ജാതി മതം വലിയ തറവാടൊക്കെ നോക്കണ ആളാണ്. അപ്പോൾ അതുകൊണ്ട് കയറി ചെല്ലുന്ന സമയത്ത് ഒരു തറവാട്ടിലെ വലിയ മുതിർന്ന ആളാന്ന്, അല്ലെങ്കിൽ വലിയ കോലത്തെ വലിയ സംഭവം എന്നോട് പറഞ്ഞാൽ മതി. ബാക്കി എല്ലാം പുള്ളി സെറ്റാ. ഞാൻ ഈ കുരിശ് വരയ്ക്കുന്ന ക്രിസ്ത്യാനി എങ്ങനെയാടാ പുള്ളിയോട് എന്ന് വല്ലതും പറയുന്നത്? അത് ശരി, ബുള്ളറ്റ് വേണോ വേണ്ടേ? അത് വേണം. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞേ പറ്റുള്ളൂ. നീ ചെന്നിട്ട് നീ നായരാണ്, വലിയ ഇല്ലത്തെ കോലത്തെ ആളെന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കിയാൽ മതി. വേറെ നിർത്തിയൊന്നുമില്ല. അപ്പം ഞാൻ അഭിനയിച്ച് താർക്കും. പിന്നല്ല, നീ ഇവിടെ ഉണ്ടായിരുന്ന നല്ലതായിരുന്നു. ഞാൻ വന്നാലേ ശരിയാവില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഞാനായിട്ട് ചേരില്ല. അത് മാത്രമല്ല, താങ്കളെ പിടിച്ച ചവിട്ടി പുറത്താക്കും, എന്നെ പിടിച്ച ചവിട്ടി പുറത്താക്കും, ബുള്ളറ്റോട്ട് കിട്ടില്ല. ഓക്കെ, കാര്യം ചെയ്യുക, നേരെ കയറി ചെല്ലുക, കാര്യങ്ങളെല്ലാം ചെയ്യുക. പടച്ചോനെ നിങ്ങളെ കാത്തോളത്ത് പറഞ്ഞ് നേരെ ഞങ്ങൾ കയറി ചെന്നാൽ മതി. എല്ലാം സെറ്റാ. നീ പോ, ഞാൻ നോക്കട്ടെ. അപ്പോൾ ശരി, അപ്പോൾ കാണാം. അപ്പോൾ ഞാൻ വിളിക്കാം. ഓക്കെ. ഇപ്പൊ കൊണ്ടുവരാട്ടോ. ഭദ്രാളി അവളുടെ ഒരു അമ്മയുടെ ദോശ. നമ്പ്യാരേട്ടാ, ഞാനിവിടെ പുറത്തുണ്ടേ. വണ്ടി മേടിക്കാൻ വന്ന ആളാണോ? ആ അതെ അതെ അതെ, ബുള്ളറ്റ് നോക്കാം. ആ ഒരു 2 മിനിറ്റ്. നോമൊരു പൂജയിലാണേ. ഇപ്പോൾ വരാം, ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ, ഒന്ന് വെയിറ്റ് ചെയ്യ്. ആ ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാം. ചന്ദനക്കുറി എവിടെ എൻ്റെ? ആ ദോശമാവ് വാങ്ങി, ദോശമാവ്. രാമ രഘുരാമ നാമിനിയും നടക്ക. അങ്ങനെ ഒരു ശ്ലോകം ഉണ്ടോ? പിന്നെ ഉണ്ടല്ലോ നമ്പ്യാരേട്ടാ, അല്ല ഗോപാലേട്ടാ. നമ്പ്യാരേട്ടൻ തന്നെ വിളിച്ചോളൂ, എല്ലാം ഒരേ ഗണത്തിൽപ്പെട്ടതാണല്ലോ. അതെ വരിക. ആവൂ, ഐശ്വര്യമുള്ളൊരു തറവാടിയെ കണ്ടു. ഏതാ തറവാട്? അത് ആഞ്ഞിലി മഠം. ഓ, ആഞ്ഞിലി മഠത്തിലെ പാർവതീദേവി എൻ്റെ കൂടെ പഠിച്ചതാ. എന്താ അമ്മയുടെ പേര്? സാറാമ്മ. സാറാം? സാറാം? സരസമ്മ. ഓ സരസം, നല്ല ഐശ്വര്യമുള്ള പേര്. തറവാടികൾ തന്നെ. അല്ല ഈ ബുള്ളറ്റിന്റെ കാര്യം? ബുള്ളറ്റ് അല്ല, ദേവി, ഹാളി ദേവി. നമുക്ക് ഈ ഡേവിഡ്സനും കൂപ്പറും ടെസ്ലിയും ഒന്നും ചേരത്തില്ല. അതൊക്കെ ജാതി വേറെയാന്നേ. ഓഹോ. എന്റെ ദേവി. അല്ല അപ്പം ദേവി എവിടാ? ദേവി ഉറങ്ങുക, ഒന്ന് കിടക്കുവാന്നേ, നടുവേദനയാ. അല്ല ഞാൻ ചോദിച്ചത് നമ്മുടെ ഹാളിദേവിയെ പൂജിച്ചു വെച്ചിരിക്കുക. ഒന്ന് കണ്ണങ്ങ് അടച്ചോളൂ. അല്ല ഒന്ന് കണ്ണടക്കുക. പൂജിച്ചു വെച്ചിരിക്കുന്ന ദേവിയെ മനസ്സിലോർത്ത് അങ്ങൊന്ന് ധ്യാനിക്കുക. ഞാനൊരു വില അങ്ങ് പറയും, അത് സമ്മതമാണെങ്കിൽ ദേവി നിങ്ങൾക്ക് സ്വന്തം. ചേട്ടാ അതെ, എനിക്ക് എൻ്റെ ദേവിയോടൊന്ന് ചോദിക്കണമായിരുന്നേ. അതേതവളാ? അല്ല എൻ്റെ ഭാര്യ.
ഓ നിങ്ങളും BP ആണോ? അവള് പൂജിച്ച് വെച്ചിരിക്കുന്ന പൈസയാണ്. അപ്പൊ അത് ഒന്ന് ചോദിച്ചിട്ട് അങ്ങ് തരാമെങ്കിൽ ചേട്ടനും അതൊരു സന്തോഷമാവുമല്ലോ. ആവാം. ഈ കച്ചവടം നടക്കും. അല്ല എന്താ? എന്നാ പിന്നെ ദേവിയെ കാണാം. ആ വരിക. 2 മാസമായി പൂജിച്ച് വെച്ചിരിക്കുക എൻ്റെ ദേവീനെ. ഓഹോ, കണ്ണ് തുറന്ന ഐശ്വര്യമായി കണ്ടോളൂ. ഓ ശ്രീരം. കൊള്ളാം ദേവി, കൊള്ളാം. എൻ്റെ ഐശ്വര്യമുള്ള ദേവിയെ നിങ്ങളന്നാ കൊണ്ടുപോയിക്കൊള്ളുക. പോകുന്ന വഴിക്ക് ഒരു ശുഭകാര്യം ഉറപ്പ്. നമ്പ്യാരേട്ടൻ്റെ അല്ല ഗോപാലേട്ടൻ്റെ നാവ് പൊന്നാവട്ടെ. എടാ എനിക്ക് തന്നെ ഈ മസാല ദോശയോടൊക്കെ വലിയ താല്പര്യം. നീ പിന്നെ ഒരു തനി തമിഴ് ചൊവ്വയാണല്ലോ അവിടെ. അത് ഞാൻ 4 വർഷം ചെന്നൈയിലല്ലേ പഠിച്ചത്. അത് മാത്രല്ല, അത് കഴിഞ്ഞിട്ട് 4 വർഷം സപ്ലൈ എഴുതാനും പോയി. അതുകൊണ്ട് തമിഴ് നല്ല തെരിയും. തമിഴ് തെരിയും. എടാ പിന്നെ നീ മൊത്തത്തിൽ ഡെസ്പാണല്ലേ? അത് വേറൊന്നും കൊണ്ടല്ല ബ്രോ. നല്ല അക്കോമഡേഷൻ സെറ്റ് ആക്കാന്ന് പറഞ്ഞിട്ട് സാബു ബ്രോ പറ്റിച്ച്. സാബു ടൈപ്പാണ്, തന്യു ടൈപ്പ്. പിന്നെ അത് മാത്രല്ല, ജോലി സെറ്റ് ആയിട്ടില്ല. നമ്മൾ ഒരു ദോഷം മേടിച്ച് 2 പേര് കഴിച്ചുകൊണ്ടിരിക്കുന്നു. സാബു തന്യു ടൈപ്പടേ. നീ അവന്റെ കൊങ്ങയ്ക്ക് പിടിച്ചിട്ട് നീ നല്ല പാർട്ട് ടൈം ജോലി മേടിച്ചെടുക്കാൻ നോക്ക്. അവന് കുറച്ച് ഇങ്കടികൾ ഉണ്ടെന്ന്. പിന്നെ സാബു ബ്രോ വിചാരിച്ച പാർട്ട് ടൈം എന്തെങ്കിലും നടക്കുമല്ലേ? നടക്കൂടാ. പിന്നെ നീ എന്തൊട്ടിനാ വന്നേ? പഠിക്കാൻ. ക്ലാസ്സും കൂടി പോണം. അവിടെ 20 മണിക്കൂർ പാർട്ട് ടൈം ഉള്ളൂ സ്റ്റുഡൻസിന്, മനസ്സിലായോ? പൊളിയല്ലേ? സ്ഥിരാക്കണ്ടാട്ടാ. ശരി. കണ്ണ് കിട്ടൂടെ? അയ്യോ സോറി മോളെ. മോള് മലയാളിയാ? ആണോ? എന്നാ ചേട്ടൻ അപ്പുറത്തെ ഷോപ്പ് ആക്കി തരാമോ? പിന്നെന്താ, ബാക്കി അറിയോ? പോകുന്ന വഴിക്ക് ഒരു ശുഭകാര്യം ഉറപ്പ്. നിങ്ങൾ ഈ ഡിഫൻഡർ മമ്മൂട്ടിയും ഷാറുഖ് ഖാനും ഒക്കെ ഓടിക്കുന്ന കണ്ടു കാണും, പുറത്തു നിന്ന് കണ്ടു കാണും. അകത്ത് എന്താണെന്നുള്ളത് ഞാനിന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഫോർ യു. ഈ മനീഷൻ എന്തോ ആക്ച്വലി സെറ്റപ്പ്. രാവിലെ ഫേസ്ബുക്ക് തുറന്ന് അവൻ്റെ മോന്തയാണ് കാണുന്നത്. അവനെന്താ വണ്ടി കച്ചവടം വല്ലതും ഉണ്ടാ? അത് അണ്ണാ അവനൊരു ജനകീയനാവാനുള്ള ഒരു പരിപാടിയാണ്. ആൾ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഫേമസ് ആയിട്ട് ആൾക്ക് വേറെ കുറേ എന്തൊക്കെയോ പരിപാടികളുണ്ട്, അത്രേ ഉള്ളൂ. എന്തൊരു വണ്ടി ഇത്? എന്തൊരു വണ്ടിയൊന്നും കണ്ടിട്ടില്ല ആൾക്കാർ. ചുമ്മാ എടുത്ത് ഇട്ട് കൊടുത്തിട്ട് ഇതൊക്കെ കണ്ടോണ്ട് മനുഷ്യനെ എവിടെ സമയം ഇരിക്കുന്നതിനൊക്കെ. വണ്ടി എടുത്ത് വണ്ടിയില്ലാതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കളിച്ചിട്ടുണ്ട്.